നമസ്കാരം. ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ശുക്രൻ ജൂൺ 12-ന് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ജൂലൈ 5 വരെയാണ് ശുക്രൻ്റെ മിഥുനത്തിലെ സഞ്ചാരം. ഇംഗ്ലീഷിൽ ശുക്രനെ വീനസ് എന്ന് വിളിക്കുന്നു. ശുക്രൻ വികാരങ്ങളുടെ പ്രതീകമായ ഗ്രഹമാണ്. ദൈവം മനുഷ്യന് നൽകിയ ഉദാത്ത വികാരമാണ് സൗന്ദര്യബോധം, കലാവാസന, പ്രണയഭാവം തുടങ്ങിയവ. നവഗ്രഹങ്ങളിൽ ശുക്രനാണ് ഇവയുടെ കാരകത്വം അഥവാ ആധിപത്യം നൽകപ്പെട്ടിരിക്കുന്നത്. ഇടവം, തുലാം എന്നീ രാശികളിൽ ആധിപത്യവും, മീനത്തിൽ ഉച്ചവും, കന്നിയിൽ നീചവുമാണ് ശുക്രൻ. ശുക്രൻ സ്ത്രീഗ്രഹമായതുകൊണ്ടാണ് സൗന്ദര്യം, മൃദുത്വം, കോമളം, അലങ്കാരം, ശൃംഗാരം മുതലായവയുടെ കാരകത്വം നിയന്ത്രിക്കുന്നത്. ശുക്രൻ കലാപുരുഷൻ്റെ മദനഭാവവും മന്ത്രിയുമാണ്. അനുകൂലനായ ശുക്രൻ ഇഹലോകസുഖം, ശയനസുഖം, ആനന്ദപൂർണമായ കുടുംബജീവിതം, സംഗീത സാഹിത്യാദി കലകളിൽ നൈപുണ്യം, ശരീര സൗന്ദര്യം മുതലായ സുഖാനുഭവങ്ങൾ നൽകുന്നു. ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്ന വ്യക്തി വലിയ കലാ ആസ്വാദകനായിരിക്കും. പേരെടുത്ത സിനിമാ നടീനടന്മാരുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായി കാണാൻ കഴിയും. ശുക്രൻ്റെ പൊതുവെയുള്ള കാരകത്വങ്ങളെപ്പറ്റിയാണ് ഞാൻ മുകളിൽ വിവരിച്ചത്. ഇനി ശുക്രൻ്റെ രാശിമാറ്റ ഫലങ്ങളെപ്പറ്റി പറയാം. ശുക്രൻ്റെ മിഥുനക്കൂറിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഫലമായി 6 കൂറുകൾക്കാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഇടവക്കൂറുകാരെ പറ്റിയാണ്. ഇടവം കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ അര ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറിൻ്റെ ധനസ്ഥാനത്ത് കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ലഗ്നക്കൂറിൻ്റെയും 6-ാം കൂറിൻ്റെയും അധിപതിയായ ശുക്രനാണ് ധനസ്ഥാനത്ത് നിൽക്കുന്നത്. പലതരത്തിലുള്ള ധനാഭിവൃദ്ധി ഉണ്ടാകും. പൊതുജനങ്ങൾക്കിടയിൽ ബഹുമാനിക്കപ്പെട്ടവനാകും. കുടുംബത്തിലെ തർക്കങ്ങളെല്ലാം മാറും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. ആരോഗ്യം വളരെ മെച്ചമായിരിക്കും. രോഗികളായി കിടന്നിരുന്നവർക്ക് രോഗമുക്തി ഉണ്ടാകും. നാനാതരത്തിലുള്ള സുഖാനുഭവം ഉണ്ടാകും. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വന്തമാകും. മിഥുനക്കൂറ്. ഇനി മിഥുനക്കൂറിനെ പറ്റി പറയാം. മകയിര അര, തിരുവാതിര, പുണർതം മുക്കാൽ കൂടിയതാണ് മിഥുനക്കൂറ്. ബുധൻ്റെ സ്വന്തം രാശിയിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 5-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപതിയായ ശുക്രനാണ് ലഗ്നക്കൂറിൽ സഞ്ചരിക്കുന്നത്. ശുക്രൻ ശുഭനായതുകൊണ്ട് ഭാര്യാസുഖം കിട്ടും. ഐശ്വര്യം ഉണ്ടാകും. സാഹിത്യാദി കലകളിൽ വാസനയുണ്ടാകും. വ്യവസായത്തിൽ നല്ല ലാഭം ലഭിക്കും. മക്കൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉയർച്ച. വിദേശ പഠനത്തിന് പോകാൻ കഴിയും. മക്കളുടെ വിവാഹം നടക്കും. ധാരാളം സുഹൃത്തുക്കളുണ്ടാകും. ശരീരസുഖവും ഉത്സാഹവും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം. വാഹനം വാങ്ങാൻ പറ്റിയ സമയമാണ്. ഇനി അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂര, ഉത്തരം, കാൽ. ചിങ്ങക്കൂറിൻ്റെ 11-ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ചിങ്ങക്കൂറിൻ്റെ 3-ഉം 10-ഉം ഭാവാധിപനാണ് ശുക്രൻ. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടക്കും. സഹോദര ഗുണമുണ്ടാകും. ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടും. കർമ്മഗുണമുണ്ടാകും. തൊഴിലില്ലാതിരുന്നവർക്ക് പോലും ഏതെങ്കിലും തൊഴിൽ കിട്ടും. സ്നേഹിതന്മാരുടെ സഹായം ലഭിക്കും. ഏത് കാര്യത്തിലും വിജയം. ശത്രുഭയം ഒട്ടുമില്ലാതാകും. ഒരു പ്രതാപിയായി തീരും. ധനാഗമം വർദ്ധിക്കും. വീട്, വാഹനം തുടങ്ങിയവ ഉണ്ടാകാൻ യോഗം. അടുത്തത് കന്നിക്കൂറാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര അര. കന്നിക്കൂറിൻ്റെ 2-ഉം 9-ഉം ഭാവാധിപനാണ് ശുക്രൻ. കന്നിയുടെ 10-ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. കന്നി രാശിക്കാരുടെ കർമ്മഭാവത്തിലൂടെയാണല്ലോ ശുക്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ കരിയറിൽ നല്ല ഉയർച്ച ഉണ്ടാകും. ശുക്രൻ ഭാഗ്യാധിപനും ധനാധിപതിയും ആയതിനാൽ അപ്രതീക്ഷിത ധനവരവ് പ്രതീക്ഷിക്കുക. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാം. നടക്കാതിരുന്ന വിവാഹം നടക്കാൻ സാധ്യത കാണുന്നു. മക്കളിൽ നിന്നും സന്തോഷ വാർത്ത കേൾക്കാനുള്ള സമയമാണ്. അടുത്തത് തുലാം രാശി. ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ. ചന്ദ്രക്കൂറിൻ്റെയും 8-ാം ഭാവത്തിൻ്റെയും അധിപതിയായ ശുക്രൻ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മറഞ്ഞിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യത. ആഗ്രഹ സാഫല്യം ഉണ്ടാകും.
പലർക്കും പല ആഗ്രഹങ്ങളും കാണും, പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കത്തില്ല. വസ്തു വാങ്ങാനോ വീടും വാഹനവും വാങ്ങാനോ മക്കളുടെ വിവാഹം നടത്താനോ എന്തെങ്കിലുമായിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും പ്രയത്നിക്കണം. ധനവും ആർഭാട വസ്തുക്കളും കിട്ടും. ആരോഗ്യം വളരെ മെച്ചമായിരിക്കും. അടുത്തത് കുംഭക്കൂറ്. അവിട്ടം, മര, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ. 4ൻ്റെയും 9ൻ്റെയും ആധിപത്യം വഹിക്കുന്ന ശുക്രൻ 5ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പൂർവ്വപുണ്യ സ്ഥാനത്തു കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. മക്കളെ കൊണ്ട് സന്തോഷമുണ്ടാകും. ജോലിയിൽ ഉയർച്ച, കുടുംബത്തിലാകെ സന്തോഷം, മംഗളകാര്യങ്ങൾ നടക്കും. ധനധാന്യാദികളിൽ ലാഭം. സ്നേഹിതർ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും. പൊതുവെ സന്തോഷപ്രദമായ അനുഭവങ്ങളായിരിക്കും കുടുംബത്തിലുണ്ടാവുക. പ്രതീക്ഷിക്കാത്ത ധനവരവ്. ഇതൊക്കെയാണ് കുംഭക്കൂറിൻ്റെ ഫലങ്ങൾ. മറ്റുള്ള രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് വലിയ ഗുണഫലങ്ങൾ ഒന്നും ഇല്ല എങ്കിലും പറയത്തക്ക ദോഷങ്ങൾ ഒന്നും കാണുന്നില്ല. ദോഷപരിഹാരത്തിനായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ വളരെ നല്ലതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക്